സർ, ഇനിയൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഏകദേശം സമയമായിരിക്കുന്നു കേരള ജനതയ്ക്ക്. മൂന്നാമതും ഒരു തുടർഭരണം ഇടതുപക്ഷത്തിനുണ്ടായാൽ ആരായിരിക്കും ഈ പാർട്ടിയെ നയിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഈ 75 വയസ്സ് കഴിഞ്ഞവർ വലിയ പദവികളൊന്നും അലങ്കരിക്കേണ്ട എന്ന് പറയുമ്പോൾ 2006 80 വയസ്സിലാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരുന്നത്. ഇപ്പോൾ പിണറായിക്ക് 75 വയസ്സിന് മുകളിലായി. പക്ഷെ വീണ്ടും അദ്ദേഹം ആ പദവിയിലേക്ക് വന്നത് തുടർഭരണമുണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് എന്ന നിലയ്ക്കാണ്. ഇതിൽ മൂന്നാമതും ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എങ്കിൽ ആർക്കായിരിക്കും ഇനിയൊരു സാധ്യതയുള്ളത്? തെരഞ്ഞെടുപ്പ് വളരെ ദൂരെയാണ്. 2026 ഒരു വർഷത്തിലധികം ഉണ്ട് ഇനി തെരഞ്ഞെടുപ്പിന്. അതിനിടയ്ക്ക് എന്തെല്ലാം രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടാവാം. വലിയൊരു വിദൂരമായൊരു കാര്യമാണ്. അതിനെപ്പറ്റി സ്പെക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ശരിയായിരിക്കില്ല. പിന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, പിണറായി വിജയന് ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ മൂന്നാമത്തെ തവണ ഈ പറഞ്ഞ പോലെ ഭരണം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹത്തെ മാറ്റാനും മാത്രം പ്രാപ്തിയുള്ള ആരും തന്നെ പാർട്ടിയിലില്ല. ആളെ മാറ്റിയാൽ മാത്രം പോരല്ലോ, വേറൊരു സ്യൂട്ടബിൾ ആൾ വരണ്ടേ. 2 തവണ ഭരിച്ച മുഖ്യമന്ത്രിക്ക് പകരക്കാരനെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ സംഭവിച്ചു നോക്കും. മൂന്നാമത് മോദിയാണ് ഭരണത്തിൽ വന്നത്. 2 തവണ സ്വന്തം ഭൂരിപക്ഷത്തിൽ മോദി വന്നു. ആദ്യത്തേത് വന്നു, അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ രണ്ടാമത്തേത് വന്നു. മൂന്നാമത് വന്നപ്പോൾ സ്വന്തമായിട്ട് ഭൂരിപക്ഷമില്ല. എന്നിട്ട് പോലും മോദിയെ മാറ്റാൻ അവർക്ക് സാധിച്ചില്ല. അവരാലോചിച്ച് പോലുമില്ല BJP മോദിയെ മാറ്റാൻ. എന്താ കാരണം? ഈ 2 തവണ ഭരിച്ച് ഒരു മാർക്കുണ്ടാക്കിയ ആളിനെ മൂന്നാമത് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ജോലിയാണ്, വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് അതിലേക്ക് ഒരു പാർട്ടിയും പോവില്ല, CPM പോവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് 26 തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും CPM അധികാരത്തിൽ വന്നാൽ, വരുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം, വന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ കൂടെ MLA ആയിട്ട് ജയിച്ചു വന്നാൽ അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി. കാരണം ആ റിസ്കിന് ആരും പോകില്ല. ജയിച്ചു വരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് 81 വയസ്സാകും. അപ്പോൾ ഈ 75 വയസ്സിന് ശേഷം 75 വയസ്സിന് ശേഷമുള്ള നേതാക്കളാരും പാർട്ടി പദവി ഇരിക്കേണ്ട എന്നുള്ളൊരു നിലപാട് പാർട്ടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ യുവ നേതാക്കൾ ആരെങ്കിലും പാർട്ടി ഈ ഒരു സ്ഥാനത്തേക്ക് വരാനോ ഇനി മറ്റാർക്കെങ്കിലും ഈ ഒരു സ്ഥാനം കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പിണറായിക്ക് ശേഷം അദ്ദേഹം ആയിരിക്കുമെന്നൊക്കെയുള്ള ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പിണറായിയോട് അത്രയും അടുത്ത് ചേർന്ന് നിൽക്കുന്ന നേതാക്കന്മാരൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ M സ്വരാജിൻ്റെ പേരൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുന്നുണ്ട്, KK ശൈലജ ടീച്ചറിൻ്റെ പേര് പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാവാൻ പാർട്ടി തീരുമാനമെടുക്കുമോ? എടുക്കില്ല. കാരണം ഈ 75 വയസ്സിൻ്റെ ലിമിറ്റൊക്കെ ഒരു ബാരിയർ വെച്ചിരിക്കുന്നു. അത് കഠിനമായ പാർട്ടി ഭരണഘടനയിൽ എഴുതി വെച്ച ഒരു തത്വമൊന്നുമല്ല. അത് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അതൊന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സമായിട്ട് വരാൻ പോകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും വേണം. ഇപ്പോൾ പ്രായം എല്ലാത്തിനെയും കടത്തി വിട്ടുമല്ലോ. അത് പിണറായി വിജയനും ബാധകമാണ് പ്രായം. അപ്പോൾ അതല്ലാതെ ഈ 75 വയസ്സ് എന്നൊക്കെ പറയുന്നതൊന്നും തടസ്സമായിട്ടൊന്നും വരില്ല. അതൊക്കെ സൗകര്യപൂർവ്വം മാറ്റിവയ്ക്കും. അത് മറ്റേതെങ്കിലും കാരണവശാൽ ആൾക്കാരെ മാറ്റുമ്പോൾ പറയുന്നൊരു തത്വമാണ് അത് 75 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് അദ്ദേഹം വിരമിച്ചു എന്നൊക്കെ. അതുകൊണ്ടായിരിക്കില്ല. വയസ്സായി എന്ന് പറഞ്ഞിട്ട് ആരും വിരമിച്ചിട്ടൊന്നുമില്ല. ആരോഗ്യമുണ്ടോ? വയസ്സ് ഒരു പ്രശ്നമല്ല രാഷ്ട്രീയത്തിൽ. ആരോഗ്യം തീരെ ഇല്ലാതെയായി കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല. അതുകൊണ്ട് 75 വയസ്സ് എന്നുള്ള ബാരിയർ ഒരു ഔദ്യോഗികമോ ഭരണഘടനാപരമോ ആയിട്ടുള്ള ബാരിയറല്ല. അത് കൺവീനിയൻ്റ് ആയിട്ട് പറയുന്ന ഒരു എക്സ്ക്യൂസാണ്. ഏതെങ്കിലും ഒരു കളവനെ നമ്മൾ സ്ഥലത്തു നിന്ന് മാറ്റുമ്പോൾ പറയും പുള്ളിക്ക് വയസ്സായി അതുകൊണ്ട് മാറ്റിയതാണെന്ന് പറയും. കേടില്ലല്ലോ, കോൺട്രവേഴ്സി ഇല്ലല്ലോ. അതുകൊണ്ട് പറയുന്നൊരു വാക്ക് മാത്രമാണ് 75 വയസ്സ്. അല്ലാതെ അതൊന്നും പിണറായിയെ ബാധിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പ്ലസ് രാഷ്ട്രീയ വിജയം, ഇത് പറയുമ്പോഴൊക്കെ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കണം. 2026 ഇവർ അധികാരത്തിൽ വരുമോ? അത് വലിയൊരു ചോദ്യമാണ്. വന്നാൽ
ഈ പറഞ്ഞ പോലെ പിണറായി തന്നെയാവും. സാർ, അപ്പോഴും ഈ ഏറ്റവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരാളാണ് കെ ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നൊക്കെ പലരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിനുണ്ടാകണം എന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അപ്പോഴും പാർട്ടി അവരെ തഴയുന്ന ഒരു രീതിയാണ് നമ്മളൊക്കെ കണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഇനി ഒരു വനിതാ മുഖ്യമന്ത്രി ഇടത് പക്ഷത്തേക്ക് വരട്ടെ എന്ന് ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. ഈ ഒരു വനിതാ മുഖ്യമന്ത്രി വരട്ടെ എന്നൊക്കെയുള്ള സെൻറ്റിമെൻസ് ഒന്നും കാര്യമായിട്ട് പാർട്ടിയിലുണ്ടായില്ല. ഒന്നോ രണ്ടോ പേര് ഒരു പക്ഷേ ആഗ്രഹിച്ച് കാണും, ശൈലജ സ്വയം ആഗ്രഹിച്ച് കാണും, എന്നല്ലാതെ അങ്ങനൊരു സെൻറ്റിമെൻറ്റ് പരക്കെ ഉണ്ടായില്ല എന്നുള്ളതല്ലേ വാസ്തവം. രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പ്രഭാവം കൊണ്ട് തന്നെയാണ് എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. കുറേയൊക്കെ അത് ശരിയായിരുന്നു. തന്നെ രണ്ടാം തവണ അധികാരത്തിൽ വരില്ല എന്നാണ് ഭൂരിപക്ഷം പേരും വിചാരിച്ചിരുന്നത്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് പൊട്ടിത്തെറിച്ചതാണ്. എന്നിട്ടും തൊട്ടടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ പരിക്കില്ലാതെ, സാമാന്യം തരക്കേടില്ലാതെ തന്നെ പാർട്ടി ജയിച്ചു. അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിത ഭൂരിപക്ഷത്തോടെ ഇദ്ദേഹം അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ പിന്നെ വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പോപ്പുലറായ ഒരാളിനെ മാറ്റിയിട്ട് വനിതയെ വെച്ച് അവസാനം എല്ലാം കൂടെ കുളമാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ആ റിസ്ക് ഒന്നും ആരും എടുക്കുകയില്ല. പൊളിറ്റിക്കൽ പാർട്ടി എപ്പോഴും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്വഭാവക്കാരാണ്. ഇപ്പോൾ തരക്കേടൊന്നുമില്ല, അപ്പോൾ ഇനി മാറ്റമൊന്നും വേണ്ട, ഇതുപോലെ അങ്ങ് പൊക്കോട്ടെ. ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് ഒരാളെ മാറ്റുകയോ മറിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇക്വിലിബ്രിയം തകർന്നു പോകാം. പിന്നെ അത് പോയിട്ട് വേറൊരു ഇക്വിലിബ്രിയത്തിൽ സെറ്റിൽ ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിച്ച് ഈ വനിതാ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേറൊരാളായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആ ടർബുലൻസിൽ. ഈ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ആരും അനക്കാതെ ഇതങ്ങ് കൊണ്ടുപോകാം എന്നേ വിചാരിക്കുകയുള്ളൂ. ആര് റിസ്ക് എടുക്കും പൊളിറ്റിക്സിൽ? വലിയ റിസ്ക്കുള്ള ജോലിയാണ് പൊളിറ്റിക്സ്. അതിൽ വീണ്ടും റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് സാധാരണ ആരും ചെയ്യില്ല. പക്ഷെ കക്കാനും മുക്കാനും എല്ലാം എളുപ്പമുള്ള ഒരു വഴി കൂടിയല്ലേ സാർ പൊളിറ്റിക്സ്? ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നു, മകൾക്കെതിരെയും വന്നു. പക്ഷേ അപ്പോഴും അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിലപ്പുറം എന്ത് സംഭവിച്ചു എന്ന് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരമൊരു മുഖ്യമന്ത്രിയെ ചുമക്കാൻ ഇനിയും പാർട്ടി തയ്യാറാകുമോ? എന്തിന് ഈ പാർട്ടിയെ ഇതെന്തിനും ബാധിക്കണം? ഞാൻ പറയട്ടെ, അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. മാസപ്പടി വിവാദത്തിൽ ചീറ്റിംഗ് ഗൂഢാലോചന IPC 420, IPC 120B ഇത്രയും വകുപ്പുകൾ ചേർത്തിട്ട് FIR ഇടണം എന്ന് ED റൈറ്റിങ്ങിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിന് കൊടുത്തു. അത് കഴിഞ്ഞ് അതിനൊരു റിമൈൻഡറും കൊടുത്തു, ഇതുവരെ നിങ്ങൾ FIR ഇട്ടില്ല, വേഗം ഇടണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കേരള പോലീസ് FIR ഇട്ടിട്ടില്ല. എന്നാൽ അങ്ങനെ FIR ഇടാത്ത സ്ഥിതിക്ക് EDക്ക് നേരിട്ട് വേണമെങ്കിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാം. EDയും ചെയ്തിട്ടില്ല. എന്തന്വേഷണം നടക്കുന്നു എന്നാണ്? പ്രത്യേകിച്ച് അന്വേഷണമൊന്നും നടക്കുന്നില്ല. എല്ലാം ഏകദേശം സ്റ്റാൻഡ്സ്റ്റിലാണ്. ഞാനീ പറഞ്ഞ വസ്തുതകൾ ED അവരുടെ സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള വസ്തുതകളാണ്. ഞാനിവിടെ തന്നെ ABCയിൽ തന്നെ വേറൊരു വീഡിയോയിൽ ആ സത്യവാങ്മൂലം കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവരൊരു കംപ്ലൈൻ്റായിട്ട് ഹൈക്കോടതിയെ അറിയിക്കുകയല്ല, ഈ സീക്വൻസ് പറഞ്ഞു വരുന്ന വഴിക്കുള്ള ഒരു പാരഗ്രാഫാണ് ഈ സാധനം. അവർക്കതിൽ വിഷമമുള്ളതായിട്ടൊന്നും അതിലില്ല. അവർ സാധാരണ ഞങ്ങൾ ഇന്ന മാതിരിയൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഞങ്ങൾ കേരള പോലീസിനോട് FIR ഇടാൻ പറഞ്ഞു, അവരിട്ടില്ല. ഞങ്ങളൊരു റിമൈൻഡർ കൊടുത്തു, അവർ എന്നിട്ടും ഇട്ടിട്ടില്ല. പോയിന്റ് നമ്പർ 3 ഇങ്ങനെ അങ്ങ് പോവുകയാണ്. സോ അത് ഒരു ഓർഡിനറി സാധനമായിട്ടാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാം വലിയ പൊട്ടിത്തെറി എന്ന് വിചാരിക്കുന്ന കാര്യം കേരള പോലീസിനും EDക്കും അത്ര ഗൗരവമുള്ളതൊന്നും അല്ല. തീർച്ചയായിട്ടും അടുത്ത സർക്കാർ ഇടതുപക്ഷമാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായിക്കൊരു സ്ഥാനഭ്രഷ്ടം ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അതെ, അടുത്ത സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിൽ പിണറായി വിജയന് ആയുരാരോഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് ജയിച്ച് MLA ആയിട്ട് വരികയാണെങ്കിൽ മാത്രം അദ്ദേഹം മുഖ്യമന്ത്രിയാകും. ഈ മൂന്നിലേതെങ്കിലും സംഭവിക്കാതെ പോയി കഴിഞ്ഞാൽ പോയി. ഓക്കെ സാർ.